അമേരിക്കയിലോട്ട് അർഹരായവർ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു ട്രംപിൻ്റെ പ്രഖ്യാപിത നയമുണ്ട്. ഇതുകൂടാതെ വേറെ ചില തന്ത്രപരമായ പരിപാടി എടുക്കും. അതായത് നമ്മളിപ്പോൾ അമേരിക്കയിൽ തൊഴിൽ തേടി പോയെന്നിരിക്കട്ടെ, അവിടെ ആ വിസയ്ക്ക് ഒരു പ്രത്യേക സമയപരിധിയുണ്ട്. ഇപ്പോൾ 1 വർഷത്തേക്കോ 6 മാസത്തേക്കോ ഒക്കെയുള്ള വിസ, ആ കാലാവധി പൂർത്തിയായപ്പോൾ നമ്മൾ ആ രാജ്യത്ത് നിന്ന് പുറത്ത് കടക്കണം. അപ്പോൾ പുറത്ത് കടന്നിട്ട് ഇപ്പോൾ ഇന്ത്യയിലോട്ട് വരുന്നതിന് പകരം തൊട്ടടുത്ത അയൽ രാജ്യം എവിടെയാണോ അവിടെ കുറച്ച് ദിവസം അല്ലെങ്കിൽ 1-2 മാസം തങ്ങുക, അവിടെ ഏതെങ്കിലും ഒരു പാർട്ട് ടൈം ജോബൊക്കെ തരപ്പെടുത്തി അവിടെ നിന്നിട്ട് വീണ്ടും അമേരിക്കയിലോട്ട് വിസയ്ക്ക് അപേക്ഷിക്കുന്ന ചിലരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ നല്ല പണി കിട്ടും. അവർക്ക് ഇപ്പോൾ ഇന്ത്യക്കാരാണെങ്കിൽ സ്വദേശമായ ഇന്ത്യയിലോട്ട് നിന്ന് മടങ്ങി വന്നതിന് ശേഷം പേപ്പർ വർക്കുകളൊക്കെ പൂർത്തിയാക്കി ഇതേപോലെ ഇന്ത്യൻ കോൺസുലേറ്റിലോ ഇന്ത്യൻ എംബസിയിലോ ഒക്കെ ഇത്തരത്തിൽ അഭിമുഖ പരീക്ഷയ്ക്ക് ഇരുന്ന് പതുക്കെ സമയമെടുത്ത് എല്ലാ നടപടികളും പൂർത്തിയാക്കും. അപ്പം നമ്മുടെ വിലപ്പെട്ട 1-2 വർഷം വെറുതെ ഈ വെയിറ്റിംഗ് പീരീഡിൽ പാഴാകും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന സംഗതി. ഇനി അമേരിക്കയ്ക്ക് നേരിട്ട് കോൺസുലേറ്റും എംബസികളൊന്നും ഇല്ലാത്ത ചില രാജ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ വളരെ ദുഷ്കരമായിട്ടുള്ള ചില രാജ്യങ്ങളുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇറാൻ അമേരിക്കയുടെ ശത്രു രാജ്യമാണ്. ചൈന വലിയ സുഖകരമല്ലാത്ത ബന്ധമാണുള്ളത്. അപ്പോൾ അത്തരം ചില രാജ്യങ്ങളിൽ പ്രത്യേക അനുമതിയോടുകൂടി അമേരിക്കയുടെ മറ്റേതെങ്കിലും സൗഹൃദ രാഷ്ട്രം, അത് അമേരിക്ക നിർദ്ദേശിക്കുന്നതായിരിക്കും, അത്തരം രാജ്യങ്ങളിലോട്ട് പോയി നമുക്ക് ഈ വിസ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. പക്ഷേ ഈ അപേക്ഷിക്കുന്നയാളുടെ സ്വദേശം ഒരു പ്രശ്നമാണ്. ഇപ്പോൾ അമേരിക്കയിലോട്ട് കുടിയേറാൻ ആഗ്രഹിക്കുന്നത് ഒരു ചൈനക്കാരനോ ഒരു ഇറാൻ പൗരനോ അല്ലെങ്കിൽ ഒരു പലസ്തീൻകാരനോ ഒക്കെയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അവർക്ക് അമേരിക്കയിലോട്ട് കടന്നുകൂടുക വളരെ പ്രയാസകരമായിരിക്കും. കാരണം അവരുടെ പ്രൊഫൈൽ മൊത്തം അരിച്ച് കലക്കി കുടിച്ച് പഠിച്ച് ഇവനൊരു കുഴപ്പക്കാരനല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ അയാളുടെ വിസ പ്രോസസ്സിങ് നടക്കുകയുള്ളൂ. അതും കൂടാതെ ഈ അഭിമുഖം ഇത്തരക്കാർക്ക് നടത്തുന്ന ഇൻ്റർവ്യൂവും ഇത്തിരി കടുകട്ടിയായിരിക്കും. ഇയാൾ അമേരിക്കയിലോട്ട് വന്ന് കയറിക്കഴിഞ്ഞ് ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല എന്ന് ബോധ്യമായാൽ മാത്രമേ ഇയാൾക്ക് അവിടെയുള്ള ഒരു താൽക്കാലിക ഒരു വിസയോ അല്ലെങ്കിൽ പൗരത്വമോ അനുവദിച്ചു കൊടുക്കുള്ളൂ. പിന്നെ ട്രംപ് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു നിലപാടെടുക്കും എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായ കാര്യമാണ്. ട്രംപിന് അമേരിക്കക്കാർ മതി, അമേരിക്കയിൽ അമേരിക്കക്കാർ മാത്രം മതി. ഇവിടുത്തെ തൊഴിൽ മറ്റു മേഖലകളൊക്കെ മറ്റ് രാജ്യക്കാർ വന്ന് ഇവിടെ ചെയ്ത് ഇവിടെ നിന്ന് പണം കടത്തിക്കൊണ്ടു പോകുന്നു, അവരവരുടെ രാജ്യങ്ങളിൽ വലിയ നിക്ഷേപമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു നിലപാട്.